ലോകം നിങ്ങളെ തോൽപ്പിക്കുന്നതിനു മുൻപ് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് തോൽപ്പിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ദിവസമാണ് യഥാർത്ഥ ബോധോദയം. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സുഖമായി കേൾക്കാനാവില്ല. കാരണം ഇത് ആശ്വാസവാക്കുകളല്ല, ചാണക്യന്റെ കഠിന സത്യങ്ങളാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം കേൾക്കുക. കാരണം ഈ 6 മാസത്തെ മാർഗം പിന്തുടർന്നാൽ നിങ്ങളുടെ ജീവിതം പഴയതുപോലെ തുടരാൻ ഒരിക്കലും കഴിയില്ല. ആദ്യ മാസം മാറ്റം തുടങ്ങുന്നത് പുറം ലോകത്ത് നിന്നല്ല, നിങ്ങളുടെ ഉള്ളിലെ ലോകത്ത് നിന്നാണ്. നിങ്ങൾ ഇന്നുവരെ ജീവിച്ചു വന്ന രീതിയെ ഒരിക്കൽ തിരിഞ്ഞു നോക്കേണ്ട സമയമാണിത്. ദിവസേന നിങ്ങളെ പിന്നിലാക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, നിങ്ങളെ അലസനാക്കുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ് എന്നത് സത്യസന്ധമായി തിരിച്ചറിയണം. അമിതമായ മൊബൈൽ ഉപയോഗം, ആവശ്യത്തിനുമപ്പുറം മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യൽ, എല്ലാറ്റിനും നെഗറ്റീവ് വശം മാത്രം കാണുന്ന സ്വഭാവം, ഇതെല്ലാം മനസ്സിനെ മന്ദഗതിയിലാക്കുന്ന വിഷം പോലെയാണ്. ഈ മാസം നിങ്ങൾ ഈ വിഷം പതുക്കെ പുറത്താക്കണം. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാൻ സമയം കണ്ടെത്തുക. ആ സമയത്ത് കുറ്റപ്പെടുത്തലുകളോ ഭയങ്ങളോ അല്ല, നിങ്ങളുടെ ജീവിതം ഇനി എങ്ങോട്ട് പോകണം എന്നതാണ് ചിന്തിക്കേണ്ടത്. രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് നാളെ നിങ്ങൾ ചെയ്യേണ്ട 3 പ്രധാന കാര്യങ്ങൾ എഴുതിവെക്കുക. അത് വലിയ കാര്യങ്ങളായിരിക്കണമെന്നില്ല, ചെറിയ കാര്യങ്ങളായാലും മതിയാകും. ഉറങ്ങുന്നതിനു മുൻപ് മനസ്സിൽ കയറിയിരുന്ന ഭാരങ്ങൾ എഴുത്തിലൂടെ പുറത്തുവന്നാൽ മനസ്സ് സ്വാഭാവികമായി ശാന്തമാകും. ഈ മാസം നെഗറ്റീവ് സംസാരിക്കുന്ന ആളുകളിൽ നിന്ന് അകലം പാലിക്കാൻ പഠിക്കണം. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ശീലം ഉപേക്ഷിക്കണം. കാരണം ഈ മാസം നിങ്ങളുടെ പ്രധാന ദൗത്യം ഒരാളെയാണ്, നിങ്ങളെ തന്നെ. ഈ മാസം അവസാനിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും മാറിയിരിക്കണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു തെളിച്ചമുണ്ടാകും. എനിക്ക് മാറാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടാകും. അതാണ് ഈ മാസത്തിന്റെ യഥാർത്ഥ വിജയം. 2ാം മാസം നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് വലിയ തീരുമാനങ്ങളിലൂടെയോ ശക്തമായ ഉത്സാഹത്തിലൂടെയോ അല്ല, ചെറുതെങ്കിലും ഉറച്ച ശീലങ്ങളിലൂടെയാണ്. ആദ്യ മാസം നിങ്ങൾ മനസ്സ് ശുദ്ധീകരിച്ചുവെങ്കിൽ ഇപ്പോൾ ആ ശുദ്ധമായ മനസ്സിനൊരു ക്രമം നൽകേണ്ട സമയമാണ്. ഈ മാസം നിങ്ങൾ എന്തു ചെയ്താലും ഒരേ സമയം എഴുന്നേൽക്കാൻ ശ്രമിക്കണം, ഒരേ സമയം ഉറങ്ങാൻ ശ്രമിക്കണം. കാരണം ശരീരം ഒരു സമയക്രമത്തിലേക്ക് പതിയുമ്പോൾ മനസ്സും അതിനെ അനുഗമിക്കും. രാവിലെ എഴുന്നേൽക്കുന്ന ആദ്യ അരമണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്ത് മൊബൈൽ കൈവശമെടുക്കാതെ ശാന്തമായിരുന്ന് ദിവസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുക. ദിവസേന കുറഞ്ഞത് 1 മണിക്കൂർ സ്വയം വളരാനുള്ള കാര്യങ്ങൾക്ക് മാറ്റിവെക്കണം. അത് വായനയായിരിക്കാം, പഠനമായിരിക്കാം, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കലായിരിക്കാം. സമയം കിട്ടുമ്പോൾ ചെയ്യാം എന്ന ചിന്ത ഒഴിവാക്കണം. കാരണം സമയം ഒരിക്കലും സ്വയം വരില്ല, നമുക്കുണ്ടാക്കണം. ഈ മാസം ചെറിയ ശരീരചലനം പോലും ഒരു ശീലമാക്കണം. ദീർഘമായ വ്യായാമം ആവശ്യമില്ല, ദിവസേന കുറച്ച് സമയം നടക്കുന്നത് പോലും മതിയാകും. ആദ്യ ദിവസങ്ങളിൽ ഈ ശീലങ്ങൾ ബുദ്ധിമുട്ടായി തോന്നാം, മടിയും അലസതയും വരും. പക്ഷേ ആ നിമിഷങ്ങളിലാണ് മാറ്റം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. ഈ മാസം അവസാനിക്കുമ്പോൾ നിങ്ങൾ വലിയ വിജയം നേടിയിരിക്കണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ ജീവിതം ഒരു പാതയിൽ കയറി തുടങ്ങും. അതാണ് പിന്നീട് വലിയ വിജയങ്ങളിലേക്ക് നയിക്കുന്നത്. 3ാം മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാണ്. കാരണം ഈ മാസം മുതൽ നിങ്ങൾ വെറുതെ ശീലം പാലിക്കുന്ന ഒരാളായി അല്ല, ഒരു ദിശയുള്ള വ്യക്തിയായി മാറാൻ തുടങ്ങുന്നു. ഇതുവരെ നിങ്ങൾ മനസ്സ് ശുദ്ധീകരിക്കുകയും ജീവിതത്തിൽ ഒരു ക്രമം കൊണ്ടുവരികയും ചെയ്തു. ഇനി ആ അടിത്തറയ്ക്ക് മുകളിൽ ഒരു കഴിവ് വളർത്തേണ്ട സമയമാണ്. ഈ മാസം നിങ്ങൾ സ്വയം സത്യസന്ധമായി ചോദിക്കണം, എനിക്കെന്താണ് ശരിക്കും പഠിക്കാൻ കഴിയുന്നത്? എനിക്കെന്തിലാണ് സ്വാഭാവിക താൽപ്പര്യമുള്ളത്? ഇതിലൂടെ ഒരു ദിവസം മറ്റുള്ളവർക്ക് മൂല്യം നൽകാൻ കഴിയുമോ? ഒരേ സമയം പല കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കരുത്, കാരണം അത് മനസ്സിനെ വീണ്ടും അലസതയിലേക്കാണ് നയിക്കുക. ഒരു കഴിവ് മാത്രം തിരഞ്ഞെടുക്കുക, അതിൽ മുഴുകുക. ദിവസേന അതിനായി നിശ്ചിത സമയം മാറ്റിവെക്കുക. ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അജ്ഞതയും സംശയവും തോന്നാം, എനിക്കിത് സാധിക്കുമോ എന്ന ചിന്ത വരാം. പക്ഷേ ഈ ചിന്തകൾ തന്നെയാണ് നിങ്ങൾ ശരിയായ വഴിയിലാണെന്ന അടയാളം. ഈ മാസം പൂർണ്ണത തേടേണ്ട, പുരോഗതി മാത്രം ശ്രദ്ധിക്കൂ. ഓരോ ദിവസവും ചെറിയ മെച്ചപ്പെടുത്തൽ ഉണ്ടാകുന്നത് തന്നെ വലിയ മുന്നേറ്റമാണ്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറിച്ചുവെക്കുക, മനസ്സിലായ കാര്യങ്ങൾ ആവർത്തിക്കുക, കഴിയുന്നിടത്തോളം പ്രായോഗികമായി പരീക്ഷിക്കുക. ഈ മാസം അവസാനിക്കുമ്പോൾ നിങ്ങൾ വിദഗ്ധനായിരിക്കണമെന്നില്ല, പക്ഷേ നിങ്ങൾക്കിനിയൊരു വ്യക്തമായ ദിശയുണ്ടാകും. ഇതാണ് ഞാൻ മുന്നോട്ടു പോകേണ്ട വഴി എന്ന ആത്മവിശ്വാസമുണ്ടാകും. അതാണ് ഈ മാസത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. 4ാം മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ മാസങ്ങളിൽ ഒന്നാണ്. കാരണം
ഈ മാസം മുതൽ നിങ്ങൾ ചിന്തിക്കുന്നവനിൽ നിന്ന് പ്രവർത്തിക്കുന്നവനായി മാറാൻ തുടങ്ങുന്നു. ഇതുവരെ നിങ്ങൾ മനസ്സ് ശുദ്ധീകരിച്ചു, ശീലങ്ങൾ രൂപപ്പെടുത്തി, ഒരു കഴിവ് തിരഞ്ഞെടുത്തു. ഇനി അതെല്ലാം പ്രയോഗത്തിലേക്ക് കൊണ്ടുവരേണ്ട സമയമാണ്. ഈ ഘട്ടത്തിൽ ഏറ്റവും വലിയ തടസ്സം കഴിവില്ലായ്മയല്ല, ഭയമാണ്. ഇത് ശരിയായിരിക്കുമോ? ആളുകൾ എന്തു പറയും? പരാജയപ്പെട്ടാൽ എന്തു ചെയ്യും എന്ന ചിന്തകൾ മനസ്സിൽ വരും. പക്ഷേ ഈ ചിന്തകൾ എല്ലാവർക്കും വരുന്നതാണെന്ന് മനസ്സിലാക്കണം. ഈ മാസം നിങ്ങൾ പൂർണ്ണത തേടാതെ തുടക്കം കുറിക്കണം. പിഴവുകൾ സംഭവിക്കുമെന്നുറപ്പോടെ തന്നെ പ്രവർത്തനം ആരംഭിക്കണം. ചെറിയതെങ്കിലും യഥാർത്ഥ പ്രവർത്തനങ്ങൾ ചെയ്യുക. നിങ്ങൾ പഠിച്ച കഴിവുപയോഗിച്ച് മറ്റുള്ളവർക്ക് മൂല്യം നൽകാൻ ശ്രമിക്കുക. പ്രതികരണം ലഭിച്ചാൽ അതിനെ വ്യക്തിപരമായി എടുക്കാതെ പഠനമായി സ്വീകരിക്കുക. ആദ്യ ദിവസങ്ങളിൽ ഫലം കാണാതിരുന്നാലും നിരാശപ്പെടരുത്. കാരണം ഈ മാസം ഫലം ലഭിക്കാൻ വേണ്ടിയല്ല, ധൈര്യം വളർത്താൻ വേണ്ടിയാണ്. നിങ്ങൾ ഓരോ ദിവസവും ഒരു ചെറിയ പേടി മറികടക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ആത്മവിശ്വാസം വളരും. ഈ മാസം അവസാനിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പാകും: ഞാനിനി പഴയ പോലെ ഭയന്നു നിൽക്കുന്നവനല്ല, ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ഒരാളാണ്. അതാണ് ഈ മാസത്തിന്റെ യഥാർത്ഥ വിജയം. 5-ാം മാസം നിങ്ങൾ തുടങ്ങിയ യാത്രയെ ശക്തിപ്പെടുത്തുന്ന മാസമാണ്. കാരണം ഇവിടെ നിന്ന് പിന്നോട്ട് പോകണോ മുന്നോട്ട് പോകണോ എന്നത് നിങ്ങളുടെ സ്ഥിരത തീരുമാനിക്കും. ആദ്യ 4 മാസങ്ങളിൽ നിങ്ങൾ പല മാറ്റങ്ങളും കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോൾ അവയെ തുടർച്ചയായി പാലിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില ദിവസങ്ങളിൽ ഉത്സാഹം കുറയാം, ചില ദിവസങ്ങളിൽ സംശയം വരാം, ചിലപ്പോൾ നിങ്ങൾ ചെയ്ത പരിശ്രമങ്ങൾക്ക് ഫലം കാണാതിരുന്നേക്കാം. എന്നാൽ അത്തരം നിമിഷങ്ങളിലാണ് സ്ഥിരതയുടെ മൂല്യം തിരിച്ചറിയേണ്ടത്. ദിവസേന ഒരേ സമയത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടർക്കണം, ചെറിയ പുരോഗതി പോലും രേഖപ്പെടുത്തണം. കാരണം നിങ്ങൾ കാണാത്ത വളർച്ചയും ഉള്ളിൽ നടക്കുന്നു. ആളുകളിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ കേൾക്കണം, പക്ഷേ എല്ലാം ഹൃദയത്തിലേക്കെടുക്കരുത്. കാരണം ഓരോ അഭിപ്രായവും നിങ്ങളുടെ ദിശ നിശ്ചയിക്കാനുള്ളതല്ല. ഈ മാസം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പുരോഗതിയെ നിങ്ങളാണ് വിലയിരുത്തേണ്ടത്, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ. കഴിഞ്ഞ മാസത്തിലെ നിങ്ങളുമായി മാത്രം താരതമ്യം ചെയ്യണം. നിങ്ങൾ എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴുള്ള നിങ്ങൾ എത്രമാത്രം മുന്നോട്ട് വന്നെന്ന് മനസ്സിലാകും. അത് നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കും. ഈ മാസം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ കാണാനാകാതിരുന്നാലും നിങ്ങൾക്ക് ഉള്ളിൽ ഉറച്ചൊരു വിശ്വാസമുണ്ടാകും: ഞാൻ തുടങ്ങി, ഞാൻ നിർത്തില്ല, ഞാൻ മുന്നോട്ട് തന്നെ പോകും. അതാണ് ഈ മാസത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. 6-ാം മാസം എത്തുമ്പോൾ നിങ്ങൾ നേരത്തെ ശ്രദ്ധിക്കാത്ത പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായി കാണാൻ തുടങ്ങും. ആദ്യ മാസങ്ങളിൽ മനസ്സിനുള്ളിൽ നടന്ന മാറ്റങ്ങൾ, ശീലങ്ങളായി മാറിയ 2-ാം മാസത്തിലെ പരിശ്രമങ്ങൾ, 3-ാം മാസത്തിൽ കണ്ടെത്തിയ കഴിവ്, 4-ാം മാസത്തിൽ മറികടന്ന ഭയങ്ങൾ, 5-ാം മാസത്തിൽ വളർന്ന സ്ഥിരത, ഇതെല്ലാം ഇപ്പോൾ ഒരുമിച്ചു ഫലമായി പുറത്തുവരാൻ തുടങ്ങും. ഫലമെന്നത് വലിയ നേട്ടമായിരിക്കണമെന്നില്ല. ചെറിയ വരുമാനം, വ്യക്തമായ ചിന്ത, മറ്റുള്ളവരുടെ അംഗീകാരം, അല്ലെങ്കിൽ സ്വന്തം ഉള്ളിലുണ്ടാകുന്ന ആത്മവിശ്വാസമായിരിക്കാം. എന്നാൽ ഈ ചെറിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളെ പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകാൻ അനുവദിക്കില്ല. നിങ്ങളിനി ഓരോ ദിവസവും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ചിന്തിക്കുന്ന ഒരാളായിരിക്കും. നിങ്ങളുടെ സമയം വിലമതിക്കുന്ന ഒരാളായിരിക്കും. നിങ്ങളെ തന്നെ ആദരിക്കുന്ന ഒരാളായിരിക്കും. ഈ മാസം നിങ്ങൾക്ക് പുതിയ ലക്ഷ്യങ്ങൾ സ്വാഭാവികമായി തോന്നിത്തുടങ്ങും. കാരണം നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥാനം തന്നെ മാറിയിരിക്കുന്നു. 6 മാസം മുൻപുണ്ടായിരുന്ന നിങ്ങളെ ഓർക്കുമ്പോൾ ഇന്ന് നിങ്ങൾ എത്തിച്ചേർന്ന ഈ മാറ്റം ഒരത്ഭുതം പോലെ തോന്നാം. പക്ഷേ അത് ഭാഗ്യമല്ല, നിങ്ങൾ ഓരോ ദിവസവും എടുത്ത ചെറിയ തീരുമാനങ്ങളുടെ ഫലമാണ്. ഈ മാസം അവസാനിക്കുന്നത് ഒരവസാനമല്ല, മറിച്ച് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. കൂടുതൽ വ്യക്തതയോടെയും കൂടുതൽ ധൈര്യത്തോടെയും മുന്നോട്ടു പോകാനുള്ള തുടക്കം. ഇവിടെ പറഞ്ഞ ഈ 6 മാസത്തെ യാത്ര ഒരു അത്ഭുതകഥയല്ല, ഒരു രാത്രി കൊണ്ട് ജീവിതം മാറുന്ന മാന്ത്രിക വഴിയുമല്ല. മറിച്ച് ആരും കാണാതെ ദിവസേന നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ചെറിയ വാഗ്ദാനങ്ങളുടെ ശാന്തമായ തുടർച്ചയാണ്. ഇന്ന് നിങ്ങൾ എടുത്ത ഒരു ചെറിയ തീരുമാനം 6 മാസം കഴിഞ്ഞ് നിങ്ങളെ തന്നെ അമ്പരപ്പിക്കും. ആരും വിശ്വസിക്കാത്ത സമയത്ത് നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചതാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ജീവിതം നിങ്ങളോട് ചോദിക്കുന്നത് വലിയ ചാടലല്ല, മറിച്ച് നിർത്താതെ തുടരാനുള്ള ധൈര്യമാണ്. പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകാൻ ഇനി നിങ്ങൾക്ക് മനസ്സുണ്ടാകില്ല. കാരണം നിങ്ങൾ ഇതിനകം മാറിയിരിക്കുന്നു. അതിനാൽ ഇന്നു മുതൽ ഒരേ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്: നിശബ്ദമായി മുന്നോട്ടു പോകുക. ഫലമാണ് പിന്നീട് നിങ്ങളുടെ ശബ്ദമാകുന്നത്.
ഈ വീഡിയോ നിങ്ങൾക്കൊരു ചെറിയ പ്രചോദനമെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ജീവിതം മാറ്റുന്ന ആശയങ്ങൾക്കായി ഈ ചാനൽ പിന്തുടരൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.